ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. 127 വർഷത്തെ പഴക്കമുണ്ടിതിന്. കാലഹരണപ്പെട്ട ഈ പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വരണ്ടുണങ്ങിയ മധുരയ്ക്ക് ദാഹനീര് തേടിയുള്ള ബ്രിട്ടീഷുകാരുടെ അന്വേഷണമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പിറവിക്ക് കാരണം. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിന് തെക്കുഭാഗത്തുള്ള ശിവഗിരി കൊടുമുടിയിൽ നിന്നാണ് പെരിയാറിന്റെ തുടക്കം. 226 കിലോമീറ്റർ ദൈർഘ്യമുള്ള പെരിയാർ ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഉത്ഭവസ്ഥാനത്ത് നിന്നും 15 കിലോമീറ്റർ പിന്നിടുമ്പോൾ മുല്ലയാർ എന്നൊരു ചെറുനദി കൂടി ഒപ്പം ചേരുന്നതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ എന്ന പേര് ഈ നദിക്ക് ലഭിച്ചത്. കേരളത്തിൽ അക്കാലത്ത് സമൃദ്ധമായ മഴ ലഭിച്ചിരുന്നതുകൊണ്ട് മുല്ലപ്പെരിയാറിലെ ജലം സംരക്ഷിക്കാനുള്ള നടപടികളൊന്നും അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല. അതേസമയം മദ്രാസ് പ്രവിശ്യയിലെ മധുര, രാമനാട് മേഖലകളിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലായിരുന്നു അന്ന് മദ്രാസ്. പെരിയാറിലെ ജലം കെട്ടിനിർത്തി മധുര, രാമനാട് മേഖലകളിലൂടെ ഒഴുക്കിവിട്ടാൽ അവിടുത്തെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അതിനായുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. ആ സമയം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് വിശാഖം തിരുനാൾ രാജാവായിരുന്നു. തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു. തിരുവിതാംകൂർ രാജാവ് അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യത്തിൽ വിമുഖതയാണ് കാണിച്ചിരുന്നത്. പിന്നീട് വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കുന്നതിന് അനുമതി നൽകുമ്പോൾ മഹാരാജാവ് വിശാഖം തിരുനാൾ പറഞ്ഞത് എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്നാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഒരു സ്ഥലത്തിൻ്റെ അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിനെയാണ് പാട്ടക്കരാർ എന്ന് പറയുന്നത്. മഹാരാജാവ് വിശാഖം തിരുനാളിന് ഈ കരാറിൽ ഒപ്പുവെക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നയപരമായി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും രാജാവിനെ നിരന്തരമായി നിർബന്ധിക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് രാജാവിന് കരാറുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കുന്നത്. തിരുവിതാംകൂറിന് വേണ്ടി ദിവാനായിരുന്ന വി രാമ അയ്യങ്കാറും മദ്രാസിന് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി JC ഹാനിങ്ടണുമാണ് പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ അതൊരു ചതിയായിരുന്നു. വി രാമ അയ്യങ്കാർ ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ജന്മദേശത്തോട് ഒരു പ്രത്യേക കൂറുണ്ടായിരുന്നു. അതിനാൽ കരാറിലെ പല വ്യവസ്ഥകളും എടുത്തുമാറ്റി പകരം പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തു എന്നാണ് ചില ചരിത്രരേഖയിൽ പറയുന്നത്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളുമായി പണ്ടുണ്ടാക്കിയിട്ടുള്ള കരാറുകളൊക്കെ 99 വർഷത്തേക്കായിരുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ കരാറാകട്ടെ 999 വർഷത്തേക്കാണ് ഒപ്പിട്ടിട്ടുള്ളത്. മാത്രമല്ല കരാറിൽ ബ്രിട്ടീഷുകാർ പല തിരിമറികളും നടത്തി. പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാറിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടാനാണ് കരാർ. പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ അടിത്തട്ടിൽ നിന്ന് 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വരെ ഉയരുന്ന വെള്ളം ഉപയോഗപ്പെടുത്താമെന്നാണ് കരാറിൽ പറയുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ജലസേചന പദ്ധതിക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പൂർണ്ണ അധികാരം മദ്രാസിന് നൽകിയിരിക്കുന്നതായും കരാറിൽ പറയുന്നു. നദിയുടെ ഏറ്റവും താഴ്ന്ന നിരപ്പിൽ നിന്നും 155 അടി ഉയരം വരെ ചുറ്റപ്പെട്ട 8000 ഏക്കർ ഭൂമി ജലസംഭരണിക്കും വേറെ 100 ഏക്കർ ഭൂമി മറ്റ് നിർമ്മാണ ആവശ്യങ്ങൾക്കും വേണ്ടിയും 999 വർഷത്തേക്ക് നൽകി. ഒരേക്കറിന് വെറും 5 രൂപയായിരുന്നു വാർഷിക പാട്ടം. ജലസേചനാവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. പെരിയാർ ജലസേചന പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും മദ്രാസ് സർക്കാരിന് പാട്ടക്കരാറായി നൽകി. സർക്കാർ വീണ്ടും കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് പാട്ടത്തിന് നൽകേണ്ടി വരും. 1886 കരാർ ഒപ്പിട്ട് അടുത്ത വർഷം 1887 അണക്കെട്ടിന്റെ പണി തുടങ്ങി.
ബ്രിട്ടനിലെ പ്രശസ്തനായ എഞ്ചിനീയറായിരുന്ന ജോൺ പെനിക്യൂക്കിനായിരുന്നു ഡാമിൻ്റെ നിർമ്മാണ ചുമതല. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ ചുണ്ണാമ്പും ശർക്കരയും ചേർത്ത സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. നിർമ്മാണ ഘട്ടത്തിൽ 2 തവണ പിഴവ് സംഭവിക്കുകയും ഡാം തകർന്ന് ഒലിച്ചു പോവുകയും ചെയ്തിരുന്നു. അതോടെ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകി. എന്നാൽ പെനിക്യൂക്ക് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ ഇംഗ്ലണ്ടിലെ സ്വത്ത് വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം ദൗത്യം പൂർത്തീകരിച്ചത്. 1896 അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാകുന്നത്. 176 അടി ഉയരമുള്ള അണക്കെട്ടിൻ്റെ താഴെ 138 അടിയും മുകളിൽ 12 അടിയുമാണ് വീതി. 53 ലക്ഷം രൂപയായിരുന്നു അണക്കെട്ടിൻ്റെ നിർമ്മാണ ചിലവ്. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തോടെ ധാരാളം വെള്ളം വൈഗ നദിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ വെള്ളം അവിടെയുള്ള ജനങ്ങൾക്ക് ജീവജലമായി മാറുകയായിരുന്നു. വെള്ളം ലഭിച്ചതോടെ ജലക്ഷാമം തീരുകയും കൃഷി വികസിക്കുകയും ചെയ്തു. ജലക്ഷാമം പരിഹരിച്ച പെനിക്യൂക്ക് അവർക്ക് ദൈവതുല്യനായ ആളായി മാറി. തമിഴ്നാട്ടിലെ കമ്പം, തേനി, മധുര എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമകളുണ്ട്. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായിരുന്നു മുല്ലപ്പെരിയാർ ഡാം. അങ്ങനെ ഏകദേശം 36 വർഷത്തോളം മുല്ലപ്പെരിയാർ ശാന്തമായിരുന്നു. 1932 ജലസേചനത്തിനായി നൽകിയ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിന് മദ്രാസ് സർക്കാർ പദ്ധതി തയ്യാറാക്കിയതോടെയാണ് കാര്യങ്ങൾ വഷളായത്. അതായിരുന്നു ആദ്യ കരാർ ലംഘനം. ഇത് കേസായി മാറുകയും തിരുവിതാംകൂറിന് അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് 1959 വീണ്ടും അവർ വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചു. സ്വാതന്ത്ര്യാനന്തരം കരാറിൻ്റെ സാധുത ഇല്ലാതാവുകയും കരാർ പുതുക്കേണ്ടതായും വന്നു. അങ്ങനെ 1970 സി അച്യുതമേനോന്റെ കാലത്ത് കരാർ പുതുക്കി നിശ്ചയിച്ചു. കരാർ അനുസരിച്ച് പാട്ടത്തുക ഏക്കറിന് 30 രൂപയായി വർദ്ധിപ്പിച്ചു. കൂടാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അവകാശവും നൽകി. മാത്രമല്ല അതിന് പാട്ടത്തുകയും ഏർപ്പെടുത്തി. കൂടാതെ ഓരോ 30 വർഷം കൂടുമ്പോഴും ഈ തുക തിരുത്തി നിശ്ചയിക്കണമെന്നും കരാർ വെച്ചു. എന്നാലും 999 വർഷത്തെ പാട്ടക്കരാറിൻ്റെ കാലാവധി അങ്ങനെ തന്നെ തുടർന്നു. പകരം 999 വർഷത്തിന് ശേഷം വീണ്ടും ഒരു 999 വർഷത്തേക്ക് കരാർ നീട്ടിക്കൊടുക്കാം എന്ന വ്യവസ്ഥ ഒഴിവാക്കി. ഈ കരാർ അനുസരിച്ച് 2000 പാട്ടത്തുക പുതുക്കി നിശ്ചയിക്കേണ്ടതായിരുന്നെങ്കിലും അതിതുവരെ ഉണ്ടായില്ല. ലോകത്തിലിന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാമുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടിലൊന്നാണ് മുല്ലപ്പെരിയാർ. ഒരണക്കെട്ടിൻ്റെ കാലാവധി ഏകദേശം 60 വർഷമാണെന്നിരിക്കെ 125 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ വാദങ്ങൾക്ക് കഴമ്പില്ല എന്ന് തമിഴ്നാടും വാദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുല്ലപ്പെരിയാർ ആണെന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. 35 ലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിനുള്ള പരിഹാരം എന്താണ്? മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുക എന്നത് തന്നെയാണ് ഒരു പരിഹാരം. എന്നാൽ ഡാമിൻ്റെ കരാറിൽ കേരളവും തമിഴ്നാടും ഒരുമിച്ച് പങ്കാളികളായതുകൊണ്ട് 2 സംസ്ഥാനങ്ങളുടെയും സമ്മതം ഇതിനാവശ്യമാണ്. ഇത് തമിഴ്നാട് അംഗീകരിക്കില്ല എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുകയും പകരം പുതിയൊരു ഡാം നിർമ്മിക്കുകയുമാണ് മറ്റൊരു വഴി. പുതിയ ഡാം നിർമ്മിച്ചാൽ പുതിയൊരു കരാർ ഉണ്ടാക്കേണ്ടി വരും. ഇതും തമിഴ്നാട് അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?